നമസ്കാരം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മാർജിനൽ റിലീഫിനെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം പുതിയ സ്കീമിന്റെ ടാക്സ് കാൽക്കുലേഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. ആ വീഡിയോ ചാനലിൽ ലഭ്യമാണ്. അതിൽ 4ാമത്തെ കേസിൽ മാർജിനൽ റിലീഫ് ലഭ്യമായിരുന്നു. അതെന്താണ്, അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. എന്താണ് മാർജിനൽ റിലീഫ്? ന്യൂ ടാക്സ് റെജീമിലുള്ള ഒരു പ്രൊവിഷനാണ് മാർജിനൽ റിലീഫ്. 12 ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ള റെസിഡന്റ് ഇൻഡിവിജ്വൽസിനാണ് 87A പ്രകാരം റിബേറ്റ് ഇളവ് ലഭിക്കുന്നത്. 12 ലക്ഷത്തിന് അല്പം മാത്രം മുകളിൽ വരുമാനമുള്ളവർക്ക് ഈ റിബേറ്റിന്റെ ആനുകൂല്യം ലഭ്യമാക്കുന്നതാണ് മാർജിനൽ റിലീഫ്. 12 ലക്ഷത്തേക്കാൾ കുറച്ചു മാത്രം കൂടുതൽ വരുമാനമുള്ള നികുതിദായകർ 12 ലക്ഷം രൂപ വരുമാനമുള്ളവരെ അപേക്ഷിച്ച് ഗണ്യമായ ഉയർന്ന നികുതി തുക അടയ്ക്കുന്നില്ലെന്നും 12 ലക്ഷം എന്ന കുറഞ്ഞ ടേക്ക് ഹോം പേ നിലനിർത്തുക എന്നതുമാണ് ഈ റിലീഫിന്റെ ലക്ഷ്യം. 12 ലക്ഷത്തിനും 12,70,558 ഇടയ്ക്ക് ടോട്ടൽ ഇൻകമുള്ള റെസിഡന്റ് ഇൻഡിവിജ്വൽസിന് മാത്രമാണ് മാർജിനൽ റിലീഫ് ലഭ്യമാകുന്നത്. ക്യാപിറ്റൽ ഗെയിൻ, ലോട്ടറി തുടങ്ങിയ സ്പെഷ്യൽ റേറ്റ് ഇൻകത്തിന് ഇത് അപ്ലൈ ആകുന്നില്ല. മാർജിനൽ റിലീഫ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? സ്റ്റെപ്പ് എ, ആദ്യം ടോട്ടൽ ഇൻകത്തിനെ നോർമൽ സ്ലാബ് റേറ്റ് പ്രകാരം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. സ്റ്റെപ്പ് 2, ടോട്ടൽ ഇൻകത്തിൽ നിന്നും റിബേറ്റ് ലിമിറ്റായ 12 ലക്ഷം രൂപ കുറയ്ക്കുക. ഈ കിട്ടിയ രണ്ട് വാല്യൂസിന്റെയും ഡിഫറൻസ് എമൗണ്ട് ആയിരിക്കും മാർജിനൽ റിലീഫ്. ഉദാഹരണത്തിന്, ഒരു വ്യക്തിയുടെ ടോട്ടൽ ഇൻകം 12,10,000 രൂപയാണെങ്കിൽ മാർജിനൽ റിലീഫ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റെപ്പ് എ പ്രകാരം ആദ്യം ടോട്ടൽ ഇൻകത്തിന് സ്ലാബ് റേറ്റ് പ്രകാരം ടാക്സ് കണക്കാക്കുക. ആദ്യം 4 ലക്ഷം രൂപയ്ക്ക് നികുതിയില്ല, പിന്നീടുള്ള 4 ലക്ഷം രൂപയ്ക്ക് 5% വെച്ച് 20,000 രൂപ, പിന്നീടുള്ള 4 ലക്ഷം രൂപയ്ക്ക് 10% വെച്ച് 40,000 രൂപ, പിന്നീടുള്ള 10,000 രൂപയ്ക്ക് 15% വെച്ച് 1,500 രൂപ. ആ വ്യക്തിയുടെ ടോട്ടൽ ടാക്സ് വരുന്നത് 61,500 രൂപ. സ്റ്റെപ്പ് ബി, ടോട്ടൽ ഇൻകത്തിൽ നിന്നും റിബേറ്റ് ലിമിറ്റായ 12 ലക്ഷം രൂപ കുറയ്ക്കുക. 12,10,000 നിന്നും 12 ലക്ഷം രൂപ കുറച്ചു കഴിഞ്ഞാൽ 10,000 രൂപ ലഭിക്കും. ഈ രണ്ട് വാല്യൂസും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും ആ വ്യക്തിക്ക് ലഭിക്കുന്ന മാർജിനൽ റിലീഫ്. 61,500 രൂപയിൽ നിന്നും 10,000 രൂപ കുറച്ചാൽ 51,500 രൂപയാണ് ലഭിക്കുന്ന മാർജിനൽ റിലീഫ്. ആ വ്യക്തി അടയ്ക്കേണ്ട ടാക്സ് A-C ആണ്. അതായത് സ്ലാബ് റേറ്റ് പ്രകാരം കാൽക്കുലേറ്റ് ചെയ്ത ടാക്സ് എമൗണ്ടിൽ നിന്നും മാർജിനൽ റിലീഫ് കുറച്ചിട്ടുള്ള എമൗണ്ടാണ് ആ വ്യക്തി ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടത്. ഈ കേസിൽ 61,500 രൂപയിൽ നിന്നും 51,500 രൂപ കുറച്ച് ബാക്കി 10,000 രൂപ മാത്രമാണ് ആ വ്യക്തി ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടി വരുന്നത്. മറ്റൊരു ഉദാഹരണം നോക്കാം. ടോട്ടൽ ഇൻകം 12,70,588 രൂപ. ഈ കേസിൽ സ്റ്റെപ്പ് എയിൽ നോർമൽ സ്ലാബ് റേറ്റ് പ്രകാരം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വരുന്ന ടാക്സ് എമൗണ്ട് 70,588 രൂപയാണ്. സ്റ്റെപ്പ് ബിയിൽ ടോട്ടൽ ഇൻകത്തിൽ നിന്നും റിബേറ്റ് ലിമിറ്റായ 12 ലക്ഷം രൂപ കുറയ്ക്കുമ്പോൾ ലഭിക്കുന്ന വാല്യൂ 70,588 രൂപയാണ്. മാർജിനൽ റിലീഫ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി A-B ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വാല്യൂ 0 ആണ്. അതായത് ഈ കേസിൽ മാർജിനൽ റിലീഫ് ലഭ്യമാകുന്നില്ല. ആ വ്യക്തി അടയ്ക്കേണ്ട ടാക്സ് 70,588 രൂപ തന്നെയാണ്. ഒരു വ്യക്തിയുടെ ഇൻകം 12,70,588 അതിൽ കൂടുതലോ ആണെങ്കിൽ മാർജിനൽ റിലീഫ് അപ്ലൈ ആകുന്നില്ല. ടോട്ടൽ ഇൻകം 12,68,000 രൂപയാണെങ്കിൽ മാർജിനൽ റിലീഫിന്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റെപ്പ് എയിൽ സ്ലാബ് റേറ്റ് പ്രകാരം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 70,200 രൂപ. സ്റ്റെപ്പ് ബിയിൽ ടോട്ടൽ ഇൻകത്തിൽ നിന്നും റിബേറ്റ് ലിമിറ്റായ 12 ലക്ഷം രൂപ കുറയ്ക്കുമ്പോൾ ലഭിക്കുന്ന വാല്യൂ 68,000 രൂപ. സ്റ്റെപ്പ് സിയിൽ മാർജിനൽ റിലീഫായി ലഭിക്കുന്ന എമൗണ്ട് A-B 2,200 രൂപയാണ്. ആ വ്യക്തി അടയ്ക്കേണ്ട ടാക്സ് എമൗണ്ട് A-C 70,200 രൂപയിൽ നിന്നും 2,200 രൂപ റിലീഫ് കുറച്ച് 68,000 രൂപയാണ് ആ വ്യക്തി ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടത്. കുറച്ചുകൂടി വ്യക്തമാകാൻ വേണ്ടി ഒരു ഉദാഹരണം കൂടി നോക്കാം. ഒരു വ്യക്തിയുടെ ടോട്ടൽ ഇൻകം 13 ലക്ഷം രൂപയാണെങ്കിൽ സ്റ്റെപ്പ് എയിൽ നോർമൽ ടാക്സ് കാൽക്കുലേഷൻ പ്രകാരം വരുന്ന ടാക്സ് എമൗണ്ട് 75,000 രൂപയായിരിക്കും. സ്റ്റെപ്പ് ബിയിൽ ടോട്ടൽ ഇൻകത്തിൽ നിന്നും റിബേറ്റ് ലിമിറ്റായ 12 ലക്ഷം രൂപ കുറയ്ക്കുമ്പോൾ ലഭിക്കുന്ന വാല്യൂ 1 ലക്ഷം രൂപയാണ്. ഈ കേസിൽ എയിൽ ലഭിച്ചിരിക്കുന്ന എമൗണ്ടിനേക്കാൾ വലുതാണ് ബിയിൽ ലഭിച്ചിരിക്കുന്ന എമൗണ്ട്. അതിനാൽ ആ വ്യക്തിക്ക് മാർജിനൽ റിലീഫ് ലഭ്യമാകുന്നില്ല. ഇവിടെ അടയ്ക്കേണ്ട ടാക്സ് എമൗണ്ട് A-C അതായത് 75,000 രൂപ തന്നെയാണ് ആ വ്യക്തി ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടത്. റിബേറ്റും മാർജിനൽ റിലീഫും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പുതിയ ടാക്സ് രീതിയിൽ 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ള നികുതിദായകർക്ക് നൽകുന്ന നികുതി ഇളവാണ് റിബേറ്റ് എന്നത്.
മാർജിനൽ റിലീഫിൽ 12 ലക്ഷത്തിൽ കുറച്ചു മാത്രം കൂടുതൽ വരുമാനമുള്ള ഒരാൾ 12 ലക്ഷം രൂപയിൽ കൂടുതലുള്ള തുകയ്ക്ക് മാത്രം നികുതി അടച്ചാൽ മതിയെന്ന് ഉറപ്പാക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, ഒരാൾക്ക് മാർജിനൽ റിലീഫ് അപ്ലൈ ആകണമെങ്കിൽ ആ വ്യക്തിക്ക് സ്ലാബ് റേറ്റ് പ്രകാരം അടയ്ക്കേണ്ട ടാക്സ് ആ വ്യക്തിയുടെ 12 ലക്ഷത്തിനു മുകളിലുള്ള ടോട്ടൽ ഇൻകത്തേക്കാൾ കൂടുതലായിരിക്കണം. മാർജിനൽ റിലീഫ് അപ്ലൈ ആകുന്ന കേസിൽ ആ വ്യക്തി അടയ്ക്കേണ്ട ടാക്സ് എമൗണ്ട് 12 ലക്ഷത്തിനു മുകളിലുള്ള ടോട്ടൽ ഇൻകം ആയിരിക്കും. സ്ലാബ് റേറ്റ് പ്രകാരമുള്ള ടാക്സ് എമൗണ്ടും അടയ്ക്കേണ്ട ടാക്സ് എമൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എമൗണ്ട് ആയിരിക്കും മാർജിനൽ റിലീഫായിട്ട് ലഭിക്കുന്നത്. ഇൻകം ടാക്സ് ഇറക്കിയിരിക്കുന്ന FAQയിൽ പേജ് നമ്പർ 4-ൽ ക്വസ്റ്റ്യൻ നമ്പർ 15 മുതൽ 21 വരെയുള്ളതിൽ മാർജിനൽ റിലീഫിനെ കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. നന്ദി.